സോ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് എ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. എ ഡേ ഇൻ മൈ സൺഡേയിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇന്ന് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. എല്ലാ സൺഡേ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പം അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഇതേ ഞാൻ റെഡിയായി. ഇനി നമുക്ക് വാഴപ്പള്ളി ചെന്നിട്ട് അവിടെയാണ് ഡാൻസ് ക്ലാസ്. ആക്ച്വലി ഇന്ന് കറുവച്ചാലിലുണ്ട്, പക്ഷെ ഇന്ന് അവിടെ ഇല്ലായിരുന്നു. ടീച്ചറിന് കുറച്ച് പ്രോഗ്രാംസൊക്കെ കാരണം അവിടെ ഇല്ലായിരുന്നു. ഇനിയും വാഴപ്പള്ളി ചെന്നിട്ട് ഞാൻ കാണിക്കും. ഇത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ തുമ്പിക്ക് ട്യൂഷൻ എടുക്കാറുണ്ട്. അപ്പോൾ സോഷ്യലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തതാണ്. അവൾക്ക് ഞാൻ എക്സാം ഇട്ടേക്കുവാണ്. ഇങ്ങനെ ഞാൻ വരുന്ന ദിവസമെല്ലാം അവൾക്ക് ട്യൂഷൻ എടുക്കാറുണ്ട്, അല്ലാത്തപ്പോൾ ഓൺലൈനിൽ എടുക്കും. അപ്പോൾ അവൾ എഴുതുക. ഞാൻ ടി പി ഇട്ട് കഴിഞ്ഞിട്ട് മാർക്ക് നോക്കിയപ്പോൾ ഫുൾ മാർക്കുണ്ട്. 30-ലായിരുന്നു. 30 കിട്ടി. പഠിക്കും, അവൾ നന്നായിട്ട് പഠിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. ആക്ച്വലി ഏപ്രിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ടീച്ചർ ഇന്നില്ലായിരുന്നു. ടീച്ചർ ഒരു ജഡ്ജ്മെൻറ്റിന് പോയേക്കായിരുന്നു. അപ്പം വരാൻ ലേറ്റാവും. അപ്പം ഞാനുള്ള സമയം കൊണ്ട് പഠിക്കാമെന്ന് വെച്ചു. കാരണം ഇനിയും ഉണ്ട് കുറേ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏപ്രിലാണ് പ്രോഗ്രാം. അപ്പോൾ അതിന് മുമ്പ് പയ്യെ പഠിച്ചാൽ നന്നായിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇതിന് മുമ്പ് കുറേ ബാച്ച് ഉണ്ടായിരുന്നു, അവരെല്ലാം പോയി. അപ്പോൾ ഉള്ള ഒരു ടൈമിൽ ഓരോ ഐറ്റംസ് പഠിക്കാനുണ്ട്. ഇനിയും 2 ഐറ്റംസ് കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു 3-4 ആകുമ്പോഴത്തേക്കിനും വേറെ ക്ലാസ് ഉണ്ട്, പിള്ളേർ വരും. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ നേരത്തെ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിലാണ്. പക്ഷേ ബിറ്റ്വീൻ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളിക്കുകയും ചെയ്യാം. വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടുള്ള സമയത്ത് വൃത്തിക്ക് പഠിക്കാം എന്ന് വിചാരിച്ചു. അവളാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഹലോ, അപ്പോൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞു. ഞാൻ വന്നതേ ഉള്ളൂ. നല്ല ടയേർഡാണ്. ഒരു പ്രോഗ്രാം ഉണ്ട് ഏപ്രിലോ മാർച്ചിലോ എന്തോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രാക്ടീസ് ആയിരുന്നു. ഞാൻ വന്നു. ഇനി കുളിക്കണം. കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കണം. സൺഡേ എന്ന് പറയുമ്പോൾ എൻ്റെ ദിവസമേ ഇങ്ങനെ ആയിരിക്കും. ക്ലാസ് ഉണ്ട് ഫുൾ. ഈ ഒരു സമയമൊക്കെ ആവും ഞാൻ വരുമ്പോഴത്തേക്കിനും. അപ്പോൾ എനിക്കൊന്ന് 7-7:30 ആയി കാണും. അപ്പം ഇനിയും കുളിച്ച് പോയി ഫ്രഷ് ആവട്ടെ. അതിന് മുമ്പ് ഇന്ന് ജസ്റ്റ് പഠിപ്പിച്ച സാധനം എനിക്കൊന്ന് ജസ്റ്റ് ഓർത്തെടുക്കണം, അല്ലെങ്കിൽ ഞാനത് മറന്നു. ഇത് ഞാൻ ജസ്റ്റ് വന്നിട്ട് ഓൾറെഡി ഒന്ന് ജസ്റ്റ് ഓർത്തെടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത സൺഡേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതാ. ഹലോ, അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. കുളിച്ചൊന്ന് ഫ്രഷായി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്കെപ്പോഴും സൺഡേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. കാരണം ഇത്രയും ടൈം ഇതൊക്കെയാണ്. സൺഡേ എന്ന് പറയുമ്പോഴേ കംപ്ലീറ്റ്ലി ബിസി ആയിരിക്കും. ഡാൻസ് ക്ലാസ്, പിന്നെ ഞാൻ വാഴപ്പള്ളിക്ക് പോകും, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുളി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടോണർ, അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് നോർമലി ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളില്ലേ, അത് നിങ്ങൾ ചെയ്യുക. നമുക്ക് എന്താണോ സന്തോഷം തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു ഓക്കെ ഈ ഒരു ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടും, അങ്ങനെ തോന്നുന്നു നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡു.
മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരോ അവരെന്ത് ചെയ്യും എന്നൊന്നും ഓർത്ത് ബോധേഡാവേണ്ട കാര്യമേ ഇല്ല. ബിക്കോസ് ഇറ്റ്സ് യുവർ ലൈഫ് ആൻഡ് അറ്റ് ദ എൻഡ് നിങ്ങൾ മാത്രമേ കാണുള്ളൂ. എനിക്കതെന്തോ പറയണമെന്ന് തോന്നി. സോ ഐ ജസ്റ്റ് കാഷ്വലി സെറ്റ്. ഇനി ഞാൻ രാത്രി ആയതുകൊണ്ട് ഞാനങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറില്ല. പിന്നെ ഞാൻ ടോണർ ഇട്ടു. ഇതൊരു മെഡിസിനാണ്, ഇത് ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യാറുണ്ട്. ആക്നെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിൻമെൻറ്റ് പോലെയാണ്. ഞാനിപ്പോൾ രാത്രിയിലാണ് കുളിച്ചത്, കാരണം എൻ്റെ നല്ലപോലെ തന്നെ വിയർത്തായിരുന്നു. ഞാൻ രാത്രിയിൽ കുളിച്ചതാണ്. ഇപ്പോൾ ഈ ചൂടുള്ള സമയത്ത് ആക്ച്വലി നിങ്ങൾ 2 നേരം കുളിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് നമ്മുടെ ബോഡി ഭയങ്കര ടെമ്പറേച്ചറായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ 2 നേരം കുളിച്ചില്ലെങ്കിൽ you have to apply deodorant. ഇതൊക്കെയാണ് എൻ്റെ കുളി കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഫുഡ് കൂടെ കഴിക്കുമ്പോൾ എവറിത്തിങ് വിൽ ബി ഡൺ. എനിക്ക് കുളി കഴിയുമ്പം ഓരോരുത്തരുടെ ശീലമാണ്. എനിക്ക് ഭസ്മം തൊടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ കുളിച്ചാലും ഞാൻ ഭസ്മം തൊടും. അതെന്തോ ഒരു ശീലമായി. നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു ഐശ്വര്യം പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കഴിക്കാം. അപ്പോൾ ദേ ഡിന്നർ ടൈമായി, കഴിക്കാം. ഞാൻ നൈറ്റ് അങ്ങനെ ഹെവി കഴിക്കാറില്ല. കുറച്ച് തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഡേറ്റ്സും. നമുക്കിത് കഴിക്കാം. അപ്പം ഇതാണ് ഡിന്നർ. ഞാൻ ഇതുപോലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പം ഇങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. ലൈറ്റല്ല, ഇത് ആക്ച്വലി ഹെവിയാണ്. നമ്മൾ ഈ ചോറൊക്കെ കഴിക്കുന്നതിലും ബെറ്ററാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് വെള്ളം നല്ലപോലെ ചെല്ലും ഇതിനകത്ത് ബത്തയ്ക്ക. അപ്പം ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ സൺഡേ എന്ന് പറയുമ്പം ഇതൊക്കെയാണ് ഇത് ഞാനിപ്പോൾ ക്ലാസ്സിൽ പോവാത്ത ദിവസമാണെങ്കിൽ ഞാനിങ്ങനെ വീട്ടിലിരിക്കും. മോസ്റ്റ്ലി ഞാനങ്ങനെ ക്ലാസ് കളയാറില്ല. എന്തെങ്കിലും വയ്യാഴിക, ശ്വാസം മുട്ടൽ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മാത്രമേ പോകാണ്ടിരിക്കുള്ളൂ. ഈ വീഡിയോയിൽ ആക്ച്വലി ഒന്നും ഇല്ലായിരുന്നു, ബട്ട് എന്തോ എനിക്ക് ഇതൊരു വ്ളോഗാക്കണം എന്ന് തോന്നി. എൻ്റെ കൂടെ കണ്ടോ ഡേറ്റ്സ് ഞാൻ കഴിക്കും. നല്ല പല ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ഉണ്ട്. ഇതുണ്ട്, ഇങ്ങനത്തെ വാങ്ങിച്ച് നല്ലതാണ്. കുറച്ച് ഭയങ്കര സോഫ്റ്റാണ്, അധികം ജാഗറി ചേരാത്ത. എന്നല്ല ഹലോ. അപ്പം ഇന്നലെ രാത്രിയിൽ എനിക്കൊരു കൺക്ലൂഷൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ കിടന്നുറങ്ങിപ്പോയി. ഇപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെയാണ്. സോ ഐ തോട്ട് ടു ടേക്ക് എ കൺക്ലൂഷൻ വീഡിയോ ടുഡേ. അപ്പം അതൊക്കെയാണ് നോർമലി എൻ്റെ സൺഡേ വ്ളോഗ്, അല്ല നോർമലി എൻ്റെ സൺഡേസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെയാണ്. ഞാൻ ഇന്നലെ നല്ല ടയേർഡായിട്ട് അങ്ങനെ കിടന്നു. അപ്പോൾ that's it. So if you like my video, please do like, share, subscribe and comment. Bye.